إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له. ആദരണീയനായ എൻ്റെ ഉപ്പമാരെ, ബന്ധുമിത്രാദികളെ, സുഹൃത്തുക്കളെ, അധ്യാപകന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ദൈനംദിനം നമ്മളിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രയാസങ്ങളെല്ലാം നമ്മളിലേക്ക് വന്നു ചേക്കേറുമ്പോൾ, വന്നുകൊണ്ടിരിക്കുമ്പോൾ നാം ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നാം ചിന്തിക്കേണ്ട, നാം പ്രവർത്തിക്കേണ്ട ഒരുപാട് രീതികളുണ്ട്. എന്തെല്ലാം പരീക്ഷണങ്ങൾ, എന്തെല്ലാം പ്രയാസങ്ങൾ നമ്മളിലേക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കണം, ഇത് റബ്ബിൽ നിന്നാണ്. ഒരാൾ മരണപ്പെട്ട കേട്ട ഉടനെ നമ്മൾ പറയേണ്ടത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് അള്ളാഹുവിൽ നിന്നാണ് വന്നത്. അതെന്താണ്? മരിച്ച ആൾ അള്ളാഹുവിൽ നിന്നാണ്, അള്ളാഹുവാണ് സൃഷ്ടിച്ചത്, അവൻ തിരിച്ചു വിളിച്ചു. അതാണ് അതിനർത്ഥം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിൽ നിന്ന് വന്ന് അള്ളാഹുവിലേക്ക് മടക്കപ്പെട്ടു. പടച്ച റബ്ബാണ് നമ്മളെ പ്രപഞ്ചത്തിൽ പടച്ചു വിട്ടവൻ, സൃഷ്ടിച്ചു വിട്ടവൻ. ആ അള്ളാഹു നമുക്കൊരു പക്ഷേ പ്രയാസങ്ങൾ, സന്തോഷങ്ങൾ, അനുഗ്രഹങ്ങൾ, കനിവുകൾ, റഹ്മത്തുകൾ, ഒരു കാരുണ്യം എല്ലാം നമുക്കൊരു പക്ഷേ അള്ളാഹു നൽകും. പക്ഷേ പരീക്ഷിക്കുകയും ചെയ്യും. അള്ളാഹ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സമ്പത്ത് കൊണ്ട്, പട്ടിണി കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട്, ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമ്മളെ പരീക്ഷിക്കും. അള്ളാഹ് പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഈ ഒരു സമയത്ത് നമ്മൾ പതറാതെ പിടിച്ചു നിൽക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, പ്രാർത്ഥിക്കുക. അള്ളാഹിനോട് റഹീമായ നാഥ, റഹൂഫായ നാഥ, റഹ്മാനായ നാഥ, റസാഖായ നാഥ, മാപ്പ് കൊണ്ടല്ല, ഒരുപാട് പാപം ചെയ്തവനാണ് ഞാൻ അല്ലാ, വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടല്ല എന്നെ പരീക്ഷിക്കൽ റഹ്മാനായ നാഥ. നിരന്തരം ദുആ ചെയ്യുക. അള്ളാഹുവിനെ നമ്മൾ കൈവിടാതെ മുറുകെ പിടിക്കാൻ നമുക്ക് അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല സഹോദരങ്ങളെ. ആ റബ്ബിനെ നെഞ്ഞോട് ചേർത്തെങ്കിൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ, നേട്ടമുള്ളൂ, ഫായിദയുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന ഒന്നും നമുക്കെന്തല്ല, നേട്ടമല്ല. ഈ കാണുന്ന പ്രപഞ്ചമൊക്കെ നമ്മളിങ്ങനെ അഹങ്കാരത്തോടു കൂടി ജീവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക, ഈ പ്രപഞ്ചമൊക്കെ എൻ്റെതാ, ഈ ദുനിയാവ് ഇൻ്റെതാ, ഞാൻ നയിച്ചുണ്ടാക്കിയ മുതലൊക്കെ ഇത് ഇൻ്റെതാ. ഒന്നുമല്ല. നമുക്ക് മനസ്സിലാക്കി തന്നില്ലേ? നമ്മുടെ മുമ്പിൽ 3-4 ദിവസം മുമ്പിൽ നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നു. ഒന്നുമില്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ട് രാപ്പകല് പ്രയാസപ്പെട്ടുണ്ടാക്കിയ മുതലെല്ലാം അള്ളാഹു ഒറ്റ രാത്രി കൊണ്ട് ഒന്നായിട്ട് തുടച്ചു നീക്കണം റബ്ബ്. ഒറ്റ രാത്രി കൊണ്ട്. എന്താണ് അടുത്ത മിനിറ്റിന് ഈ പ്രപഞ്ചത്തിൽ സഹോദരങ്ങളെ, അടുത്ത സെക്കൻഡ്, അടുത്ത മിനിറ്റ് എന്ത് സംഭവിക്കുമെന്ന് എനിക്കും നിങ്ങൾക്കും അതാർക്കും പ്രവചിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അഹങ്കരിക്കണ്ട. എൻ്റെതാണ്, ഇതൊക്കെ എൻ്റെതാണ്, വെട്ടിപ്പിടിച്ച് നടന്ന് എൻ്റെതാണ്, ഞാൻ തന്നെയാണ് ഇതിൻ്റെ മുമ്പ്. അങ്ങനെയല്ല. നമ്മൾ നടക്കുന്ന സമയത്ത് ഭൂമിൻ്റെ അടിക്കട താത്തിക്കൊണ്ടാൻ കഴിവുള്ളവനാണ് റബ്ബ്. ഒന്നും വേണ്ട. ചെറിയൊരു വൈറസ്, ചെറിയൊരു ബാക്ടീരിയ, കണ്ണ് കാണാത്ത ബാക്ടീരിയ തന്നുകൊണ്ട് നമ്മളല്ല ഭയപ്പെടുത്തണല്ലേ, നമ്മളല്ല മരിപ്പിക്കണില്ലേ, നമ്മളല്ല രോഗിയാക്കുന്നില്ലേ സഹോദരങ്ങളെ? ഇല്ലേ? പടച്ച റബ്ബ് തമ്പുരാൻ വിചാരിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരിച്ചാൽ നിമിഷ നേരങ്ങൾ കൊണ്ട് നശിച്ചു പോകാവുന്നത് എല്ലാം. അതുകൊണ്ട് നമ്മൾ അവനക്ക് നന്ദി കാണിക്കുവാൻ, അവനക്ക് ദുആ ചെയ്യുവാൻ തയ്യാറാണെന്ന സഹോദരങ്ങളെ നമുക്കറിയാം. അതുകൊണ്ട് നാഥന് ദുആ ചെയ്തുകൊണ്ട്, അവന് ശുക്ർ ചെയ്തുകൊണ്ട്, അവന് പ്രാർത്ഥിച്ചുകൊണ്ട്, അവന് സഹായത്തേട്ടങ്ങൾ എല്ലാം അവനോട് ചോദിച്ചുകൊണ്ട് ജീവിക്കുവാൻ, മുന്നേറുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. അതിന് നാഥൻ അനുഗ്രഹിക്കട്ടെ. റഹ്മാനായ നാഥ,
അള്ളാഹുവേ അതിന് ഞങ്ങളെ അനുഗ്രഹിക്കണേ അള്ളാഹുവേ ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾ, അള്ളാഹുവേ ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾ, അള്ളാഹുവേ ഞങ്ങളുടെ പിഞ്ചോമനകൾ, അള്ളാഹുവേ ഞങ്ങളുടെ കൈക്കുഞ്ഞുകൾ, റഹ്മാനായ നാഥ, റഹീമായ നാഥ, കാരുണ്യവാനായ നാഥ, റഹൂഫായ നാഥ, റഹീമായ നാഥ, പിഞ്ചോമനകൾ, ഉമ്മമാർ, ഉപ്പമാർ, ഞങ്ങളുടെ നാട്ടുകാർ, ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, അള്ളാഹുവേ ആ ചൂരൽ മലയിലെ ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയിട്ടുണ്ട് റഹ്മാനായ നാഥ. അള്ളാഹുവേ റഹ്മാനായ നാഥ, നീ അവരോട് കാരുണ്യം കാണിക്കണം റഹ്മാനെ, നീ അവർക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം റഹ്മാനെ, നീ അവർക്ക് മാപ്പ് നൽകണം റഹ്മാനെ. റഹ്മാനായ നാഥ, കാരുണ്യവാനായ നാഥ, നീ അവർക്ക് പുറത്ത് കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവേ ഒരു സ്ഥലത്ത് നിന്ന് കാല് കിട്ടുകയാണല്ല, ഒരു സ്ഥലത്ത് നിന്ന് കൈ കിട്ടുകയാണല്ല, ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഓരോ അവയവങ്ങളാണ് ലഭിക്കുന്നത് നാഥ. അള്ളാഹുവേ സഹിക്കാൻ പറ്റുന്നില്ല നാഥ, ക്ഷമ കിട്ടുന്നില്ല അല്ല, ക്ഷമിക്കാനുള്ള കഴിവ് കൊടുക്കണേ റഹ്മാനെ. അവരുടെ കുടുംബങ്ങൾക്ക് സഹിക്കാനുള്ള കഴിവ് നൽകണേ റഹ്മാനെ, ക്ഷമിക്കാനുള്ള കഴിവിന് നൽകണേ റഹ്മാനെ. റഹീമായ നാഥ, ഉമ്മ നഷ്ടപ്പെട്ട, ബാപ്പ നഷ്ടപ്പെട്ട, കൂട്ടുകാരന്മാർ നഷ്ടപ്പെട്ട, ഉമ്മയില്ലാത്ത, ഉമ്മ ഉണ്ടായിട്ട് മകൻ ജീവിച്ചിരിക്കാത്ത, മകൻ ജീവിച്ചിരുന്നിട്ട് ഉമ്മയില്ലാത്ത, കുടുംബത്തിലെല്ലാവരും പോയിട്ട് ഒരുത്തൻ മാത്രം ബാക്കിയായി ജീവിക്കുന്ന അങ്ങനെയുള്ള കുടുംബങ്ങളാണല്ല, അങ്ങനെയുള്ള പ്രയാസപ്പെട്ടവരാണല്ല ചൂരന്മാരിലെ ആളുകൾ. അവർക്ക് നീ ക്ഷമിക്കാനുള്ള കഴിവ് നൽകണം റഹ്മാനെ, അവർക്ക് നീ റഹ്മത്ത് നൽകണേ റഹ്മാനെ, അവർക്ക് നിൻ്റെ കാരുണ്യം നൽകണേ റഹ്മാനെ. അള്ളാഹുവേ റഹീമായ നാഥ, അവർക്ക് മനപ്പൊരുത്തത്തോടുകൂടി മനസ്സാക്ഷിയോടുകൂടി ജീവിക്കുവാനുള്ള കഴിവിന് നൽകണ റഹ്മാനെ. റഹീമായ നാഥ, അവർക്ക് പിടിച്ചു നിൽക്കുവാനുള്ള ദൃഢശക്തിയെ നീ നൽകണ റഹ്മാനെ, അവർക്ക് നല്ല മനോധൈര്യത്തെ നൽകണ റഹ്മാനെ, അവർക്ക് ക്ഷമിക്കാനുള്ള കഴിവിന് നൽകണ റഹ്മാനെ. റഹീമായ നാഥ, ഇനി ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ നൽകിക്കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ നാഥ.